ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉദ്ധിതനായ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈസ്റ്ററിന് ശേഷമുള്ള ഈ 4ാമത്തെ ഞായറാഴ്ച സഭ ദൈവവിളി ഞായറായിട്ട് ആഘോഷിക്കുകയാണ്. ദൈവവിളി ലഭിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ എന്നും ആ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി. രണ്ടാമതായിട്ട്, ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തികൾ തങ്ങളുടെ വിളികൾ തിരിച്ചറിഞ്ഞ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും ആഗോള കത്തോലിക്ക തിരുസഭയിലേക്ക് ഒത്തിരി ദൈവവിളികൾ ലഭിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനകളും തിരുസഭയിലേക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തികളെ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള 2ാമത്തെ വായനയിൽ യോഹന്നാൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത് ഒരു വലിയ ജനക്കൂട്ടത്തെക്കുറിച്ചാണ്. അവരുടെ പ്രത്യേകത, അവർ വെള്ളാങ്കി അണിഞ്ഞവരാണ്, വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണ്. മൂന്നാമതായിട്ട്, അവർ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നവരാണ്. ഒരുപക്ഷെ ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ജനിച്ച് നമ്മെപ്പോലെ ജീവിച്ച് കടന്നുപോയ വ്യക്തികൾ. പക്ഷേ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതം അവർ നയിച്ചു. അവരുടെ ജീവിതത്തിലെ സഹനങ്ങളെ അവർ അതിജീവിച്ചു. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ അവർ ഒരുപക്ഷെ നോക്കിയത് ക്രിസ്തുവിൻ്റെ പ്രത്യാശയുള്ള കുരിശിലേക്കായിരിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം സഹനങ്ങൾ നേരിടുമ്പോൾ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യോഹന്നാൻ നമ്മോട് പറഞ്ഞു വെക്കുന്നത് ഒരു ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഇടയൻ ഈശോയാണ്, ആടുകൾ നമ്മൾ ഓരോരുത്തരുമാണ്. യേശു പറയുന്ന കാര്യം, എൻ്റെ ആടുകളിൻ്റെ സ്വരം ശ്രവിക്കുന്നു നാം, അതുപോലെ എനിക്കവയെ അറിയാം. എനിക്കവയെ അറിയാമെന്ന് പറയുമ്പോഴേക്കും നമ്മളെല്ലാവരെയും ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. പക്ഷെ ആദ്യത്തെ കാര്യം, നമ്മുടെ ഇടയൻ നമ്മളെ അറിയുന്നു, പക്ഷേ ആ ഇടയനെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇടയനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതായത് നമ്മുടെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടം. അതുപോലെ തന്നെ ഈശോ നമ്മോട് പറയുന്നു, ഞാൻ എൻ്റെ ആടുകൾക്ക്, എന്നെ ശ്രവിക്കുന്ന എൻ്റെ ആടുകൾക്ക് ഞാൻ നിത്യജീവൻ നൽകും. ഈ ലോകത്തിനപ്പുറം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയൊക്കെ ഒരു ഇടമുണ്ട് എന്ന് ഈശോനാഥൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. അതുപോലെ തന്നെ നമ്മൾ ആരും നശിച്ചു പോകാനായിട്ട്, ഈശോയെ അനുഗമിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയെ അടുത്ത് നിൽക്കുന്ന ആടുകളായ നമ്മൾ ഓരോരുത്തരെയും നശിച്ചു പോകാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ല. സുവിശേഷം അവസാനിപ്പിക്കുന്നത് ഈശോയും പിതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പലയിടങ്ങളിൽ ഈശോനാഥൻ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാണ്. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പലയിടങ്ങളിലായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ദിവസം നാം ഈ ഒരു സുവിശേഷം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഒന്ന് ചിന്തിക്കാം, ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ്. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു ബന്ധത്തിൽ ഞാൻ എത്രത്തോളം ആഴപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിച്ചുകൊണ്ട് വന്നുപോയ വീഴ്ചകളെക്കാൾ ഉപരി വരാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും നമുക്ക് ഓർക്കാം. ഇന്നലെ വരെ നാം എങ്ങനെയായിരുന്നു എന്ന് ദൈവം നോക്കാറില്ല, ഇന്നു മുതൽ എങ്ങനെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നതാണ്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇത് ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. ഈ ഒരു പുതിയ കാര്യം എന്ന് പറയുന്നത് ഈശോയും നമ്മൾ തമ്മിലുള്ള ബന്ധം അത് ആഴപ്പെടുന്നതായിരിക്കട്ടെ.
ഈശോയുടെ സ്നേഹത്തിലേക്ക് കൂടുതൽ വളർന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ